ജോസിലുണ്ട് ഇടുക്കിയിൽ നിന്ന്, ഒപ്പം തന്നെ സനോജും ചേർന്നുണ്ട്. ആദ്യം ഇടുക്കിയിലേക്ക്. ജോസിൽ, ഇടുക്കിയിൽ എങ്ങനെയുണ്ട് ആദ്യ മിനിറ്റിൽ പോളിംഗ്? ശക്തമായി ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? ക്യൂ അനുഭവപ്പെടുന്നുണ്ടോ? തിരക്കുണ്ടോ? മനു, ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും വിളിച്ചോതുന്ന ദൃശ്യങ്ങളാണ് ഇടുക്കിയിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് കാണുന്നത്. ഇടുക്കിയിലെ 12 ലക്ഷത്തിലധികം വോട്ടർമാർക്കായി 1315 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഇടുക്കി ജില്ലയിൽ 1003 പോളിംഗ് സ്റ്റേഷനുകളും, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ നിയോജക മണ്ഡലങ്ങളിലായി 312 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ തന്നെ 43 പോളിംഗ് സ്റ്റേഷനുകൾ പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളാണ്. അതായത് സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള പോളിംഗ് സ്റ്റേഷനുകളെയാണ് പിങ്ക് പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പിങ്ക് പോളിംഗ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് സ്റ്റേഷനിലെ മുഴുവൻ പോളിംഗ് ഉദ്യോഗസ്ഥരും സ്ത്രീകളായിരിക്കും. ഇവിടെ സുരക്ഷയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥയും സ്ത്രീയാണ്. അങ്ങനെ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള ഒരു പിങ്ക് പോളിംഗ് സ്റ്റേഷൻ തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ അടക്കമുള്ള പ്രമുഖർ ഇടുക്കി ജില്ലയിൽ വോട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പോളിംഗ് സ്റ്റേഷനിൽ രാവിലെ 6:30 മുതൽ, അതായത് അംഗപരിമിതരായ ആളുകൾ പോലും രാവിലെ 6:30 തന്നെ ഇവിടെ ക്യൂവിൽ നിന്ന് 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചപ്പോൾ 6:30 തന്നെ ക്യൂവിൽ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടമലക്കുടിയിൽ നിന്ന് ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇടമലക്കുടിയിലടക്കം ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളടക്കം വലിയ ക്യൂ ആയി അവിടെയൊക്കെ കൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ രാജമുടി ക്രൈസ്റ്റ് കിങ് LP സ്കൂളിലാണ്. അവിടെ 1503 വോട്ടർമാരാണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് പീരുമേട് നിയോജക മണ്ഡലത്തിലെ പച്ചക്കാനം അങ്കമാടിയിലാണ്. അവിടെ വെറും 28 വോട്ടർമാർക്ക് വേണ്ടിയാണ് അവിടെ ഒരു പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും ശക്തിയും എത്രമാത്രമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് ഇടുക്കിയിൽ ഇപ്പോൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 6:30 മുതൽ തന്നെ ഇവിടെ വലിയ നീണ്ട സ്ത്രീകളും അതുപോലെ തന്നെ അംഗപരിമിതരും അടക്കമുള്ള ആളുകൾ ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് മനു കാണുന്നത്. ശരി, ഓക്കെ. ജോസിലാണ് നമ്മളോട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ, ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ട് 47 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സമയത്ത് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ഇടുക്കിയിൽ നിന്ന് ജോസിൽ നമ്മളോട് പറയുന്നത്. ഇതേ തിരക്കാണ് എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായൊരു പ്രചരണത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിനോട് അതേ രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നത് മുന്നണികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആത്മവിശ്വാസം എല്ലാവരും പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോൾ വീണ ജോർജ്, ആരോഗ്യമന്ത്രി, പത്തനംതിട്ടയിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ ജോർജ് വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്നു. ക്യൂവിൽ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതേ രീതിയിൽ എല്ലാ ഇടങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കളും മറ്റ് സിനിമാ താരങ്ങളും ഒക്കെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ട് മാതൃക തീർക്കുന്നത് നമ്മൾ കാണുകയാണ്. ഏതായാലും നമുക്ക് സമഗ്രമായ ഈ വോട്ടെടുപ്പ് കാഴ്ചകളിലേക്ക് ഓരോ മിനിറ്റിലും തിരികെ വരേണ്ടതുണ്ട്.